Hi dear students, welcome back to Office Automation Tools. Office Automation Toolsന്റെ ഈ ഒരു പുതിയ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലെ ചില സെറ്റിങ്സുകളെ കുറിച്ചാണ്. ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡ്രോപ്പ് ക്യാപ്സ് എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ചാണ്. എന്താണ് ഡ്രോപ്പ് ക്യാപ്ഷൻ? ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ യൂസ്ഡ് ആസ് എ ഡെക്കറേറ്റീവ് എലമെന്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ് ഓർ സെക്ഷൻ. ദി സൈസ് ഓഫ് എ ഡ്രോപ്പ് ക്യാപ്പ് ഈസ് യൂഷ്വലി 2 or more lines. അത് നമ്മൾ പല പാരഗ്രാഫുകൾ കാണുന്ന സമയത്തും ആ പാരഗ്രാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ലെറ്റർ വലിയ ഒരു ലെറ്ററായിട്ട് കാണാറുണ്ട് അല്ലെ, ഒരു വലിയ ഒരു ലാർജ് സൈസുള്ള ഒരു ലെറ്ററായിട്ട് വരാറുണ്ട്. അത്തരത്തിൽ ഒരു ലാർജ് സൈസിൽ ലെറ്റർ സെറ്റ് ചെയ്യുന്നതിനാണ് ഡ്രോപ്പ് ക്യാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ വേർഡിൽ അത്തരത്തിലൊരു ലാർജ് ലെറ്റർ സെറ്റ് ചെയ്യുന്ന ഡ്രോപ്പ് ക്യാപ്പ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ് സെറ്റ് ചെയ്യേണ്ട ആ ഒരു പാരഗ്രാഫ് നമ്മൾ ആദ്യം മൗസ് പോയിന്റ് കൊണ്ടുവെക്കും. നമ്മുടെ കേഴ്സർ ആ ഒരു പാരഗ്രാഫിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഞാൻ ഈ ഒരു പാരഗ്രാഫിലാണ് ഡ്രോപ്പ് ക്യാപ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്തിട്ടുണ്ട്, മീൻസ് അവിടെ ഞാൻ എൻ്റെ മൗസ് പോയിന്റ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, കേഴ്സർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇൻസേർട്ട് ടാബിൽ പോവാം. ഇൻസേർട്ട് ടാബിൽ ടെക്സ്റ്റ് ഗ്രൂപ്പിൽ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഡ്രോപ്പ് ക്യാപ്പ്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണാം, നൺ, അതുപോലെ തന്നെ ഡ്രോപ്പ്ഡ് ഇൻ മാർജിൻ എന്ന് കാണാം. സോ ഇതിൽ നമുക്ക് ഏതാണ് വേണ്ടത്, ഇതിൽ നമുക്ക് അതിൻ്റെ മുകളിലൂടെ മൗസ് പോയിന്റ് കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ ചേഞ്ചസ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏത് മോഡലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യുന്നു. സോ എൻ്റെ ആ ഒരു പാരഗ്രാഫിൽ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എ എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ സൈസിൽ വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ അഡീഷണൽ ആയിട്ട് ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻസ് ഉണ്ട്. അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ മറ്റു സെറ്റിങ്സുകളൊക്കെ ഉണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ലൈൻസ് ടു ഡ്രോപ്പ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഫ്രം ടെക്സ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ചേഞ്ച് നമുക്കിവിടെ വരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പാരഗ്രാഫുകളിൽ ഡ്രോപ്പ് ക്യാപ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന വർക്കിംഗ് വിത്ത് ലിസ്റ്റ് എന്നുള്ളതാണ്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് പല ഐറ്റംസ് നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്പേഴ്സ് നൽകേണ്ടി വരും അല്ലേ. അതിപ്പോൾ ജസ്റ്റ് നമ്മൾ അഡ്വാൻറ്റേജസ് എഴുതുകയാണ്, അപ്പോൾ നമ്മൾ പോയിന്റുകളായിട്ട് എഴുതുന്നു. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഐറ്റംസിൻ്റെ പേര് എഴുതുകയാണ്, അപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ 1, 2, 3 ലിസ്റ്റ് തയ്യാറാക്കേണ്ടി വരും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പിന്നെ ബുള്ളറ്റ്സ് പോയിന്റുകളിൽ ഈ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ കുറച്ച് ഐറ്റംസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് ബുള്ളറ്റ് പോയിന്റുകളായിട്ടും നമ്പേഴ്സുകളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹോം ടാബിൽ പാരഗ്രാഫ് ഗ്രൂപ്പിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കാണാൻ കഴിയും ബുള്ളറ്റ്സ്, അതുപോലെ തന്നെ നമ്പേഴ്സ്, അതുപോലെ തന്നെ നമ്പറിങ്, അതുപോലെ തന്നെ മൾട്ടി ലെവൽ ലിസ്റ്റ്. ഈ 3 ഓപ്ഷൻസാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ബുള്ളറ്റ്സുകൾ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ സ്പോട്ടിംഗ് എക്യുപ്മെൻറ്റ്, ഇതാണ് ഞാൻ ബുള്ളറ്റ്സ് ചെയ്യാൻ പോകുന്നത്, മീൻസ് ബുള്ളറ്റ് പോയിന്റുകളിൽ എഴുതാൻ പോകുന്നത്. മൗസ് പോയിന്റ് നമ്മൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെക്കുക, അതായത് കേഴ്സർ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ബുള്ളറ്റ്സിൽ നമുക്ക് ഏത് ബുള്ളറ്റ് പോയിന്റ് ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു ബുള്ളറ്റ് പോയിന്റ് സെലക്ട് ചെയ്യുന്നു. സോ ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ പോയിന്റുകളെയും നമുക്ക് എൻ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് ബാക്ക് സ്പേസ് അടിക്കുക, അതിനുശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് 1 പോയിന്റ് ഓരോ പോയിന്റുകളും നമ്മൾ ആ സമയത്താണ് റിട്ടേൺ ചെയ്യുന്നത്, നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് എൻ്റർ ബട്ടൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മുടെ ഐറ്റംസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നൽകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബുള്ളറ്റ് പോയിന്റുകൾ നൽകുന്നത്. ആ ബുള്ളറ്റ് പോയിന്റുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, നമുക്ക് ഏത് ബുള്ളറ്റ് പോയിന്റ് വേണമെങ്കിലും നമുക്ക് ആ സ്പോട്ടിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്പറിംഗ് ആണ്. എങ്ങനെയാണ് നമ്പേഴ്സ് നൽകുന്നത്, അതും ഇതേപോലെ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മുടെ കേഴ്സർ കൊണ്ടുപോയി വെക്കുക. അതിനുശേഷം പാരഗ്രാഫ് ഗ്രൂപ്പിൽ നമ്പറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ടൈപ്പാണ് വേണ്ടത്, 1, 2, 3 നമ്പർ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് റോമൻ ലെറ്റേഴ്സ് ആണോ വേണ്ടത്, ABCD ആണോ വേണ്ടത്, ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്പറിങ്സും അതുപോലെ തന്നെ ബുള്ളറ്റുകളും നൽകിയിട്ട് ലിസ്റ്റുകളെ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോം ടാബിൽ പാരഗ്രാഫ് ഗ്രൂപ്പിൽ ബുള്ളറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്പറിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഇതിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മൾട്ടി ലെവൽ ലിസ്റ്റാണ്. നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് നോക്കൂ, ഈ ലിസ്റ്റിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ബുള്ളറ്റ്സ് പോയിന്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു ബുള്ളറ്റ് പോയിന്റുകൾ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലൊരു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഈ രീതിയിലുള്ളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ബുള്ളറ്റ് പോയിന്റുകൾ ഉപയോഗിക്കുന്നത്.
അതായത് നമ്മൾ പലപ്പോഴും നമുക്ക് പിന്നെ ഒരു മെയിൻ പോയിന്റ് ഉണ്ടായിരിക്കും, അതിനുശേഷം സബ് പോയിന്റ് ഉണ്ടായിരിക്കും, അതിനുശേഷം സബ് പോയിന്റുകൾ ഉണ്ടായിരിക്കും അല്ല. ഈ രീതിയിൽ മൾട്ടി ലെവൽ പോയിന്റുകൾ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മൾട്ടി ലെവൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിസ്റ്റ് ഈ രീതിയിലുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോം ടാബിൽ പാരഗ്രാഫ് ഗ്രൂപ്പിൽ മൾട്ടി ലെവൽ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ആ ലിസ്റ്റിലുള്ള ഐറ്റംസ് ഞാൻ വീണ്ടും ഇവിടേക്ക് എഴുതിയിട്ടുണ്ട്. സോ എങ്ങനെയാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. സോ സ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റ്, ഇതാണ് എൻ്റെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത്. അതിന് താഴെയായിട്ട് ബേസ്ബോൾ വരുന്നുണ്ട്. ദെൻ ബേസ്ബോളിൽ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബേസ്ബോൾ ഗ്ലോ, അതുപോലെ തന്നെ ബേസ്ബോൾസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാറ്റ്സ് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് ബാസ്ക്കറ്റ് ബോൾ ഉണ്ട്, ദെൻ ബാസ്ക്കറ്റ് ബോൾസ് ഉണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് ഗോൾഫ് ഉണ്ട്, അതുപോലെ ഗോൾഫ് ക്ലബ്സ് ഉണ്ട്, ഗോൾഫ് ബോൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ രീതിയിലാണ് വരുന്നത് അല്ലേ. സോ ഈ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് സ്പോർട്ടിംഗ് എക്യുപ്മെൻ്റ് ആണ്. സോ സ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റിൻ്റെ ഈ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കേഴ്സർ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം മൾട്ടി ലെവൽ ലിസ്റ്റ് എടുക്കുക. സോ അതിൽ ബുള്ളറ്റ് പോയിന്റുകളാണ് നൽകുന്നത്. നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും നൽകാവുന്നതാണ്. സോ ജസ്റ്റ് ഞാൻ ബുള്ളറ്റ് പോയിന്റ് നൽകുന്നു. അതിനുശേഷം ബേസ്ബോളിൽ വെക്കുക, ബാക്ക് സ്പേസ് ബട്ടൺ പ്രസ് ചെയ്യുക, എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക, ദെൻ ടാബ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, എന്തൊക്കെയാണ് ചെയ്തത്, ബാക്ക് സ്പേസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അത് നമ്മൾ ലിസ്റ്റ് ഓൾറെഡി ഇതുപോലെ ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ്. അത് നമ്മൾ സ്പോട്ടിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ സ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് ടാബും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ബാക്ക് സ്പേസ് ബട്ടൺ പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു, ടാബ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഓക്കെ, സോ മെയിൻ പോയിന്റ് സ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റ്, അതിൻ്റെ സബ് പോയിന്റ് ബേസ്ബോൾ. അതുപോലെ തന്നെ നമുക്ക് ബേസ്ബോൾ ഗ്ലൗ എന്നുള്ളത് എന്താണ്, ബേസ്ബോളിൻ്റെ സബ് പോയിന്റ് ആണ്. സെയിം മെത്തേഡ് തന്നെ ബാക്ക് സ്പേസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, സ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റിൻ്റെ മെയിൻ പോയിന്റ് എന്നുള്ള സ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റിൻ്റെ രണ്ട് സബ് പോയിന്റുകളായിട്ടാണ് വന്നിട്ടുള്ളത്, ബേസ്ബോളും ബേസ്ബോൾ ഗ്ലൗവും. ആക്ച്വലി ബേസ്ബോളാണ് ഒരു മെയിൻ പോയിന്റ്, അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സബ് പോയിന്റ് ആണ് ബേസ്ബോൾ ഗ്ലൗ എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടാബ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ടാബ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഗ്ലൗവിൽ ജസ്റ്റ് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അഡീഷണൽ ആയിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ച് അങ്ങോട്ട് എത്തിക്കുന്നു. അതിനുശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബാറ്റ് നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ചെയ്യുന്നു. ബാസ്ക്കറ്റ് ബോൾ നമ്മൾ ഒരു സബ് പോയിൻ്റ് ആണ്, അതായത് സ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റിൻ്റെ സബ് പോയിൻ്റ് ആണ്, അതല്ലാതെ എന്തല്ല മെയിൻ പോയിൻ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മുടെ കേഴ്സർ കൊണ്ടുപോയി വയ്ക്കുക. അതിനുശേഷം മൾട്ടി ലെവൽ ലിസ്റ്റിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റും ബാസ്ക്കറ്റ് ബോളും ആണ് ഇവിടെ മെയിൻ പോയിന്റുകളായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ബാസ്ക്കറ്റ് ബോൾ എന്താണ്, സ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റിൻ്റെ സബ് പോയിൻ്റ് ആണ്. സോ വീണ്ടും നമ്മൾ ടാബ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ അതിൻ്റെ അവിടെ ഉപയോഗിക്കുന്ന ബുള്ളറ്റുകൾ ഡിഫറൻ്റ് ആയിട്ടുള്ള വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ, ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് ഇതുപോലെ തന്നെ അതിൻ്റെ സബ് പോയിൻ്റ് ആണ്. സോ വീണ്ടും ടാബ് ഉപയോഗിക്കുന്നു. ദെൻ ഗോൾഫ് മെയിൻ പോയിൻ്റ് ആണ്. സോ ജസ്റ്റ് സബ് പോയിൻ്റ് അല്ല, സ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റിൻ്റെ സബ് പോയിൻ്റ് ആണ്. സോ ടാബ്, ദെൻ ടാബ്, ബാക്ക് സ്പേസ്, ടാബ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടി ലെവൽ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് നമ്പർ ഉപയോഗിച്ചിട്ട് 1 2 3 ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് 1 അതുപോലെ തന്നെ ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ലിസ്റ്റുകൾ, മൾട്ടി ലെവൽ ലിസ്റ്റുകൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പേജ് ബ്രേക്സ് ആണ്. എങ്ങനെയാണ് പേജ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ ബ്രേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻറ്റിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റിൽ പല സ്ഥലങ്ങളിലും, അതായത് ഒരു പേജിൽ നമ്മൾ ചിലപ്പോൾ പേജ് ബോർഡർ നൽകുന്നുണ്ടായിരിക്കും, ഒരു പേജിൽ നമ്മൾ പേജിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ തൊട്ടടുത്ത പേജ് വേറൊരു കളറിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായിരിക്കും. അല്ലെങ്കിൽ പേജ് നമ്പർ നൽകുന്ന സമയത്ത് ഒരു പേജിന് നമ്പർ നൽകുന്നുണ്ടായിരിക്കും, അടുത്ത പേജിൽ നമ്മൾ നമ്പർ നൽകുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ പേജുകളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു പേജിൽ ഇപ്പോൾ ഹെഡർ നൽകി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പേജിൽ പേജ് നമ്പർ നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അടുത്ത പേജിലേക്കും അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഓരോ പേജിലും അല്ലെങ്കിൽ ഓരോ ഡോക്യുമെൻറ്റിലും നമ്മൾ തയ്യാറാക്കുന്ന കാര്യങ്ങൾ തൊട്ടടുത്ത പേജിലേക്കും അപ്ലിക്കബിൾ ആവാൻ അല്ലെങ്കിൽ അപ്ലൈ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും ബ്രേക്സ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ജസ്റ്റ് നമ്മുടെ സെറ്റിങ്സുകളെ ബ്രേക്ക് ചെയ്ത് വെക്കുക, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ബ്രേക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ ബ്രേക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന. ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രേക്കുകൾ വേർഡിനകത്ത് വരുന്നുണ്ട്. സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും പരിചയപ്പെടാം.
ഓക്കെ, അതിൽ ബ്രേക്ക് കിട്ടുന്നത് പേജ് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി പേജ് ലേഔട്ട് ടാബിൽ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ ബ്രേക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്പിൽ വരുന്ന ബ്രേക്കുകളെ കാണാൻ കഴിയും. അതിൽ ഫസ്റ്റ് പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത് പേജ് ബ്രേക്കാണ്. അതിൽ തന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്: പേജ്, അതുപോലെ തന്നെ കോളം, ടെക്സ്റ്റ് റാപ്പിംഗ്. അതുപോലെ തന്നെ സെക്ഷൻ ബ്രേക്ക് ഉണ്ട്. അതിൽ നെക്സ്റ്റ് പേജ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, ഈവൻ പേജ് ഉണ്ട്, ഓഡ് പേജ് ഉണ്ട്. സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് പേജ് ബ്രേക്ക് ആണ്. സോ ഇതിൻ്റെ കേഴ്സർ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. കേഴ്സർ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്, അതായത് ഫസ്റ്റ് പേജിലാണ്. ടോട്ടൽ ഈ ഒരു ഡോക്യുമെൻറ്റിനകത്ത് 2 പേജ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പേജിലാണ് എൻ്റെ കേഴ്സർ നിൽക്കുന്നത്. സോ ഞാൻ പേജ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. പേജ് ലേഔട്ട് ടാബിൽ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ പേജ് ബ്രേക്കിൽ ഫസ്റ്റ് ഓപ്ഷൻ പേജ് എന്നുള്ളതാണ്. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടുന്ന് ഇങ്ങോട്ട് എൻ്റെ കേഴ്സർ നിന്നിരുന്ന അവിടുന്ന് ഇങ്ങോട്ട് താഴേക്കുള്ള എല്ലാ ടെക്സ്റ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു പേജിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഒരു പേജിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യാൻ, ഒരു പേജിൻ്റെ പകുതി മുതൽ അല്ലെങ്കിൽ നമ്മൾ കേഴ്സർ നിൽക്കുന്ന അവിടുന്ന് അങ്ങോട്ടോ മറ്റൊരു പേജിലേക്ക് പുതിയൊരു പേജിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ പേജ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്, ബ്രേക്കിലെ പേജ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കോളം ബ്രേക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഒരു പാരഗ്രാഫിൻ്റെ സെൻറ്ററിൽ ഞാൻ എൻ്റെ മൗസ് പോയിന്റ് കൊണ്ടുപോയിച്ചിട്ടുണ്ട്, കേഴ്സർ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പേജ് സെറ്റപ്പിൽ ബ്രേക്കിൽ കോളം ബ്രേക്കാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ മൗസ് പോയിന്റ് കൊണ്ടുപോയി വെച്ച അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റൊരു പേജിലേക്ക് മറ്റൊരു കോളമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോളം ബ്രേക്കിംഗ് ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടെക്സ്റ്റ് റാപ്പിംഗ് ആണ്. അതും ഇതുപോലെ തന്നെ ഏകദേശം ഒരേപോലെ തന്നെ വരുന്നതാണ് ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ ബേസ്ബോൾ എന്നുള്ളിടത്ത് മൗസ് പോയിന്റ് വെച്ചിട്ടുണ്ട്. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് റാപ്പിംഗ് ചെയ്യുന്നു. എന്ത് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് ലൈനിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഡോക്യുമെൻറ്റിനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പേജ് ബ്രേക്കുകൾ ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് സെക്ഷൻ ബ്രേക്ക് ആണ്. സെക്ഷൻ ബ്രേക്കിൽ 4 ഓപ്ഷൻസ് ഉണ്ട്: നെക്സ്റ്റ് പേജ്, കണ്ടിന്യൂസ്. അതിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻസേർട്ട് എ സെക്ഷൻ ബ്രേക്ക് ആൻഡ് സ്റ്റാർട്ട് ദി ന്യൂ സെക്ഷൻ ഓൺ ദി നെക്സ്റ്റ് പേജ്. അത് നമ്മൾ ഒരു പേജ് അവസാനിപ്പിക്കുകയും അതിനുശേഷം നമ്മൾ പുതിയൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. സോ ഞാൻ ജസ്റ്റ് അതിൻ്റെ സെക്ഷൻ ബ്രേക്ക് നൽകുന്നു. സോ നെക്സ്റ്റ് പേജിലേക്ക് പോയിട്ടുണ്ട്. സോ ഇവിടെ പേജ് ബ്രേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഹോം ടാബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഷോ ആൻഡ് ഹൈഡ് എന്ന് പറയുന്ന പാരഗ്രാഫ് ഗ്രൂപ്പിൽ ഷോ ഓർ ഹൈഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ പേജ് ബ്രേക്ക് അപ്ലിക്കബിൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ കാണാൻ കഴിയും സെക്ഷൻ ബ്രേക്ക് എന്നുള്ളതാണ്. ഓക്കെ, അത് ഇവിടെ ഞാൻ എന്ത് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലും അത് ഈ ഒരു പേജിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, അത് ഞാനിവിടെ ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റെന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, മറ്റു ചേഞ്ചസ് ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തു. സോ എൻ്റെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ സെക്ഷൻ ബ്രേക്ക് ഇല്ല എങ്കിൽ ജസ്റ്റ് സെക്ഷൻ ബ്രേക്ക് ഒഴിവാക്കുന്നു. ഇവിടെ ഇപ്പോൾ സെക്ഷൻ ബ്രേക്ക് ഇല്ല. സെക്ഷൻ ബ്രേക്ക് ഇല്ല എങ്കിൽ ഞാനിത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് പേജിലെ കണ്ടന്റുകൾ ഫസ്റ്റ് പേജിലേക്ക് കയറി വന്നിട്ടുണ്ട് അല്ലേ. ഒരു ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ ബാക്ക് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറി മുകളിലേക്ക് വരും. എന്നാൽ അതേ സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്, അതേ സമയത്ത് ഞാനിവിടെ ഒരു ബ്രേക്ക് നൽകുകയാണ്. നമുക്ക് നോക്കാം, പേജ് ലേഔട്ടിൽ ബ്രേക്കിൽ ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് പേജ് നൽകുന്നു. ഇനി ഞാനിവിടെ എത്ര ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഈ ഒരു ഡോക്യുമെൻ്റ്, ഈ ഒരു ടെക്സ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. നോക്കൂ നിങ്ങൾ, നേരത്തെ കയറി വന്നിരുന്ന ആ ടെക്സ്റ്റുകൾ ഇപ്പോൾ അവിടെ നിൽക്കുകയാണ് അല്ലേ. ഒരിക്കലും കയറാൻ കഴിയില്ല. കാരണം നമ്മളിവിടെ ഒരു ബ്രേക്ക് വെച്ചിട്ടുണ്ട്, നമ്മളിവിടെ സെക്ഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നെക്സ്റ്റ് പേജിലെ സെക്കൻഡ് പേജിലെ കാര്യങ്ങൾ ഫസ്റ്റ് പേജിലേക്ക് കയറി വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെക്ഷൻ ബ്രേക്കുകൾ ഉപയോഗിക്കുന്നത്. സെക്ഷൻ ബ്രേക്കിൽ തന്നെ നെക്സ്റ്റ് പേജ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഉണ്ട്, ഈവൻ പേജുകളുണ്ട്, ഓഡ് പേജുകളുണ്ട്. അത് നമ്മുടെ പേജിൻ്റെ നമ്പർ അനുസരിച്ചാണ്. കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഇൻസേർട്ട് എ സെക്ഷൻ ബ്രേക്ക് ആൻഡ് സ്റ്റാർട്ട് ദ ന്യൂ സെക്ഷൻ ഓൺ ദി സെയിം പേജിൽ തന്നെ പുതിയൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ജസ്റ്റ് ഞാൻ നൽകുന്നു. ഇവിടെ നമുക്ക് സെയിം പേജിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് തുടങ്ങാം. പക്ഷേ സെക്ഷൻ ബ്രേക്ക് നെക്സ്റ്റ് പേജ് ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആണ്, രണ്ടും കാണുന്നുണ്ടായിരിക്കും. സെക്ഷൻ ബ്രേക്ക് കണ്ടിന്യൂസും ഉണ്ട്, സെക്ഷൻ ബ്രേക്ക് നെക്സ്റ്റ് പേജും ഉണ്ട്. സെക്ഷൻ ബ്രേക്ക് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ സെയിം പേജിൽ തന്നെ എന്ത് ചെയ്യണം, ഒരു പേജിനെ തന്നെ 2 സെക്ഷനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സെക്ഷൻ ബ്രേക്ക് നെക്സ്റ്റ് പേജ് ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത പേജിലേക്കാണ് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് പേജും ഈ പേജും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
ദെൻ അതുപോലെ തന്നെ ബ്രേക്കിൽ ഈവൻ പേജുകളുണ്ട്. ഈവൻ പേജ് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് സെക്ഷൻ ബ്രേക്ക് ആൻഡ് സ്റ്റാർട്ട് ദ ന്യൂ സെക്ഷൻ ഓൺ ദി നെക്സ്റ്റ് ഈവൻ നമ്പേർഡ് പേജസ്. അതായത് 2, 4, 6 ആ രീതിയിൽ വരുന്ന പേജുകളിലാണ് ബ്രേക്കിംഗ് പിന്നെ അപ്ലിക്കബിൾ ആകുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഈ ഓഡ് പേജുകളാണെന്നുണ്ടെങ്കിൽ 1, 3, 5 ആ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, ബ്രേക്കിംഗ് അപ്ലിക്കബിൾ ആകുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പേജ് ബ്രേക്കിങ്ങും സെക്ഷൻ ബ്രേക്കിങ്ങും ചെയ്യാമെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ഡ്രോപ്പ് ക്യാപ്സ് ആയിരുന്നു. ഇൻസേർട്ടിൽ നമുക്കിവിടെ ടെക്സ്റ്റിൽ ഡ്രോപ്പ് ക്യാപ്പ് അവൈലബിൾ ആണ്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, നമ്മൾ നമ്പറിങ്ങും അതുപോലെ തന്നെ ബുള്ളറ്റ്സ് പോയിന്റുകൾ നൽകുന്നതായിരുന്നു. ദെൻ നമ്മൾ ബ്രേക്സ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്രേക്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു ടോപ്പിക്കാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.